അവർക്കതിന് ഒരു മാനദണ്ഡമുണ്ട്, പ്രമാണമുണ്ട്, പ്രാമാണികമായ പിൻബലമുണ്ട്. അവർക്ക് അതിൽ ഒരു പിന്തുണയുണ്ട്. എന്താണ് അവിടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്? ഗജതരംഗ സഹസ്രമോ ഗോകുലമോ കൊടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നമ്മളെ മാത്രമല്ല പഠിപ്പിക്കുന്ന, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെ. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു ഗജതരംഗ സഹസ്രം, 1000 കുതിരകളും 1000 ആനകളും. ഗോകുലം കോടിദാനം, 1 കോടി പശുക്കൾ. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം, ഉന്നത കുലജാതരായ 1 കോടി പെണ്ണുങ്ങൾ. ഉന്നത കുലജാതർ എന്ന് പറഞ്ഞാൽ ദർശന സ്പർശന വിധേയമാകാത്ത പെണ്ണുങ്ങൾ. അവരെ പറ്റി ഖുർആൻ പറഞ്ഞ ഹൂർലിങ്ങൾ എന്നാണ്. കണ്ടിട്ടില്ല, തൊട്ടിട്ടുമില്ല, ആരും കണ്ടിട്ടില്ല, തൊട്ടിട്ടുമില്ല. അങ്ങനെയുള്ള 1 കോടി പെണ്ണുങ്ങൾ. തീർന്നില്ല. കനകരചിത പാത്രം ഏദിനി സാഗരാന്തം, കനകരചിത പാത്രം, ഒരുപാട് സ്വർണ്ണ പാത്രങ്ങൾ. മേദിനി സാഗരാന്ത, സമുദ്രത്തോളം ഭൂമി. അപ്പൊ എന്തൊക്കെയാ? 1 കോടി ആന, 1 കോടി പശുക്കൾ, 1 കോടി പെണ്ണുങ്ങൾ, 1000 ആനകൾ, 1000 കുതിരകൾ, ഒത്തിരി സ്വർണ്ണപാത്രം, സമുദ്രത്തോളം ഭൂമി. ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ. അപ്പൊ ഈ കൊടുക്കുന്നവർക്ക് എന്ത് പുണ്യം കിട്ടും? പക്ഷെ ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഉച്ച സമയത്ത് വിശന്നൊട്ടിയ വയറുമായി വരുമ്പോൾ നട്ടുച്ച നേരത്തെ വാഴകല വെട്ടി പച്ചരിച്ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ചവെള്ളവും കുടിക്കാൻ കൊടുക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലം ആദ്യം പറഞ്ഞതിന് കിട്ടൂല എന്ന് ഹൈന്ദവ പുരാണങ്ങളാണ് പഠിപ്പിക്കുന്നത്. അല്ല പറഞ്ഞത് എന്താണ്? ദീനിനെ കളവാക്കിയവനാരെന്നറിയുമോ? ലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ. അപ്പൊ കൊടുക്കുന്നവന്റെ കൈ പിടിച്ചിട്ട് പാടില്ല എന്ന് പറയുന്നവനോ? അവന് ദീനിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന്, ദീനിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് പാഞ്ഞുപോയ, ഏതോ ഒരു ലോകത്തേക്ക് സഞ്ചരിച്ചു പോയ വിഡ്ഢികളുടെ സ്വർഗത്തിലേക്ക് പാറിപ്പോകുന്ന പറവയാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നദാനം എന്ന് പറയുന്നത്, ഭക്ഷണം കൊടുക്കുക, അത് വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ്. വേറെ ഒന്നിനെ പോലെയുമല്ല. ഒരാൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയില ഭക്ഷണമില്ലാതെ വിശന്നിട്ടിയ വയറുമായിട്ട് കഴിയുന്ന കോടിക്കണക്കിന് ആളുകളില്ലേ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ റമളാൻ മാസത്തില് സൗദി അറേബ്യയുടെ മുഫ്തി, അദ്ദേഹം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ചാനലിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സോമാലിയിലെ പാവപ്പെട്ട ഒരു സഹോദരൻ, ഏത് സോമാലിയാണ്, ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ തുറന്നു പിടിച്ച വായും പിടിച്ച് ഒട്ടകം മലവിസർജനം ചെയ്താൽ കഴിക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു സുഡാനി കുട്ടി, ആ പയ്യൻ ഇങ്ങനെ വായും തുറന്നു പിടിച്ച് ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ നിൽക്കുമ്പോ ആ നാട്ടിലെ പാവപ്പെട്ടവൻ ചോദിച്ചു, അല്ലയോ മുഫ്തി, നോമ്പ് തുറക്കുന്നതിന്റെയും അത്താഴം കുടിക്കുന്നതിന്റെയും മഹാത്മ്യം വിശദീകരിച്ചപ്പോ ചോദിച്ചു, എനിക്ക് നോമ്പ് പിടിക്കുമ്പോ കഴിക്കാൻ ഒന്നുമില്ല, നോമ്പ് തുറക്കുമ്പോ കഴിക്കാനൊന്നുമില്ല, എന്റെ നോമ്പല്ല സ്വീകരിക്കുമോ? സൗദി ചാനലില് മറുപടി കൊടുക്കുന്ന മുഫ്തി കണ്ണട ഉരുകിട്ട് കണ്ണുകടച്ചു. മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട്. നമ്മുടെ നാടുകളിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ആ നാടുകളിൽ ഇന്നും ഒരു നേരത്തെ ഭക്ഷണം. ഇന്ന് നമ്മളെന്താ ചെയ്യാ? നമ്മളിങ്ങനെ ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ചെറിയ ഒരു ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. വേറൊന്നുമല്ല, അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താണെന്നറിയുമോ? ഒരു വലിയ കൊടവയറുള്ള ഒരാള്, അയാൾ ഇങ്ങനെ ഒരു ദൂരദർശിനി വെച്ചിട്ട് ദൂരോട്ട് നോക്കുക, എവിടെ പാവങ്ങൾ, എനിക്ക് ഭക്ഷണം കൊടുക്കണം താല്പര്യമുണ്ട്. അയാൾ ഇങ്ങനെ ദൂരോട്ട് നോക്കുക, ദൂരദർശിനി വെച്ചിട്ട്. കൊടവയറുള്ള ആളാ, നല്ല പണക്കാരനാണ്. ഒരു സ്ഥലത്ത് ഇരുന്ന് തിന്ന് കൊടവയറിറങ്ങി. അയാള് തിന്നുമെടുത്തപ്പോൾ എവിടെയാണ് പാവങ്ങളെന്ന് അന്വേഷിച്ചിട്ട് ദൂരദർശിനി വെച്ച് ഇങ്ങനെ നോക്കുമ്പോ അയാളുടെ കൊടവയറിനടിയിലെ ഭിക്ഷാപാത്രം കൊണ്ട് കൈനീട്ടി നിൽക്കുന്ന പാവപ്പെട്ട പൊന്നുമക്കളെ കാണുന്നില്ല. അയാൾ നോക്കുന്ന ദൂരദർശിനി വെച്ചിട്ട് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്കാണ്. ആ പാവപ്പെട്ട പൊന്നുമക്കൾ അവരുടെ ഭിക്ഷാപാത്രം, ഈച്ച പറക്കുന്ന ഭിക്ഷാപാത്രമെടുത്ത് കൈനീട്ടിയിട്ട് കൊടവയറിന്റെ താഴെ വെച്ച് പിടിച്ചിട്ട് ആ കൊടവയറുകാരനായ സമ്പന്ന മേലാള വരേണ്യ വർഗത്തിന്റെ കുലപടി
കാണാതെ പോയി എന്നുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നാട്ടില് പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധുവിന്റെ ഒരു തുള്ളി ഉപ്പുരസമുള്ള കണ്ണീർ തുള്ളി ഭൂമിയെ നനപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണക്കാരനും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് വലിയ വീട് വെച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർക്ക് വലിയ കാറെടുത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ പട്ടിണി കിടക്കാൻ പാടില്ല. അത് നമ്മൾ ഗൗരവത്തോടെ കാണുക. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ എഴുന്നേറ്റ് ബാക്കിയുള്ളവർ ചെയ്യാത്തവരൊന്നും അല്ലേ, അവര് പറഞ്ഞ നബിയെ സുബഹിയല്ലേ ആയുള്ളൂ, സമയം കിടക്കുകയല്ലേ, നമ്മളിപ്പോ ഇങ്ങോട്ട് പള്ളിയിൽ വരണല്ലേ ഉള്ളൂ, അത് ഞങ്ങൾ ചെയ്തോളാം. സിദ്ദീഖ് പറഞ്ഞു, അല്ല ഞാൻ ചെയ്തിട്ടാ വന്നേ. അങ്ങനെ ആയിരുന്നു സഹാബത്ത്. വിശദീകരിക്കാൻ സമയമില്ല. ഇനി ആകെ എനിക്ക് മൊത്തമുള്ള ടൈം എന്ന് പറഞ്ഞ 1/2 മണിക്കൂറാണ്. അതിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വിഷയം, ഒരു വളരെ പ്രമാദമായ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനുമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ പിന്നിലോട്ടാകാൻ പാടില്ല. നമ്മൾ മുമ്പന്തിയിൽ വേണം. അത് നല്ല പുണ്യമുള്ള ഇബാദത്താണ്. അള്ളാഹു നമുക്കുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 4ാമത് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, 4ാമത് സഹാബത്തിനോട് നബി ചോദിക്കുകയാണ്, ആരാ ഹൽ മിങ്കും അഹദാ ഫമൻ തബിഅ മിങ്കുമുൽ യൗമ ജനാസാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആരെങ്കിലും ഇന്നേ ദിവസം മയ്യത്തിനെ അനുഗമിച്ചവരുണ്ടോ? മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തവരുണ്ടോ? സഹോദരങ്ങളെ, ഏറ്റവും വലിയൊരു അമലിന്റെ കഥയാണ് പറയുന്നത്. ഏറ്റവും വലിയ അമലെന്ന് പറഞ്ഞ, നിസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്നവനെ, നിന്റെ മനസ്സിൽ 100,000 ചിന്തകളാണ്. നിസ്കരിക്കാൻ കൈകെട്ടി 100,000 ചിന്ത അവന്റെ മനസ്സിൽ വരും. അങ്ങനെ 100,000 ചിന്ത അവന്റെ മനസ്സിൽ വരും. പിന്നെയോ നോമ്പ് പിടിച്ചാലോ വായിനും വയറിനും മാത്രമേ പട്ടിണിയുള്ളൂ, കണ്ണിനും കാതിനും നാവിനും പട്ടിണിയില്ല. കാരണം നോമ്പുകാരനായിട്ട് പിന്നെ വേറെ ജോലിയൊന്നുമില്ലല്ലോ. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പുറം പള്ളിയിൽ വന്നിരുന്ന് ബിസ്മി ചൊല്ലി അങ്ങോട്ട് തുടങ്ങും. പള്ളിയിലെ ഇമാമിനെ തിന്ന് അതുവഴി മോദി സാഹിബിൽ കയറി അയാളെ തിന്ന് നേരെ ഇറങ്ങിയിട്ട് പ്രസിഡന്റ് തിന്ന് സെക്രട്ടറി വഴി നേരെ നാട്ടിലെ പെണ്ണുങ്ങളിലേക്ക് ഇറങ്ങും. അതല്ലേ നോമ്പ്? എന്ന നോമ്പല്ലേ? നോമ്പാണ്. വായും വയറും മാത്രം നോമ്പ്, കണ്ണിനും കാതിനും നാക്കിനും നോമ്പില്ല. നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുന്നേ ഉള്ളൂ. ചിന്തകളൊക്കെ അമേരിക്ക കഴിഞ്ഞു പോയി. അങ്ങനെയാണല്ലോ നമ്മുടെ ചിന്ത. നോമ്പിലും നമുക്ക് നിഷ്കളങ്കതയില്ല, ഇഖ്ലാസ് ഇല്ല, നിസ്കാരത്തിലും ഇല്ല. സക്കാത്താണെങ്കിലോ എല്ലാരെയും കാണിച്ചിട്ട് നമ്മൾ കൊടുക്കൂ. ഹജ്ജാണെങ്കിലോ എന്റെ സഹോദരങ്ങളെ, നമ്മൾ പത്രപരസ്യം കൊടുക്കുന്നു. ഞാനും എന്റെ കുടുംബവും ഈ വർഷം ഹജ്ജിന് പോവുക, നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ട് 50,000 60,000 മുടക്കിയിട്ട് നമ്മൾ പത്രപരസ്യം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി എന്തു ചെയ്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇഖ്ലാസ് നഷ്ടപ്പെടുന്നു. ഞാൻ പറയുന്നു, തലമുടി മുതൽ നഖം വരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരേ ഒരു അമലെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ളൂ. സൂഫിയാക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ തലമുടി മുതൽ നഖം വരെ മുഴുവനും ഏകാഗ്രതയിലിരിക്കുന്ന ഒരേ ഒരു ഇബാദത്തേ ഉള്ളൂ. അത് മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോഴാണ്. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. കാല് നടക്കുകയല്ലേ, നടന്നല്ലേ പോകുന്നത്. അങ്ങനെ പോകേണ്ടത്. വിഷയം പറയാം. നടക്കുന്നു. കൈയാണെങ്കിലോ ആ കൈ കൊണ്ടാണ് സന്തോക്കില് പിടിച്ചിരിക്കുന്നത്. നിന്റെ കണ്ണോ വഴിയരികില് കാമുകി കാത്തു നിൽക്കുകയാണ്. ഇല്ല പെണ്ണേ, നിന്റെ തൊലിവെളുപ്പെനിക്ക് കാണണ്ട, ഞാൻ കൊണ്ടുപോകുന്ന മയ്യത്താ. ഇന്നലെ എന്നെ പോലെ ചാടി ഓടി നടന്നവന്റെ മയ്യത്താ. അതുകൊണ്ട് പെണ്ണേ, നിനക്ക് നിന്നെ കാണണ്ട, ഞാൻ നിന്നെ കാണുന്നില്ല. കണ്ണ് നടന്നു പോകുന്ന നിലത്താ. അവന്റെ കാതോ കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ നാവോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന് ചൊല്ലിയാ നടക്കുന്നത്. പിന്നെ വരുന്നത് അവന്റെ ചിന്തകളാണ്, അവന്റെ മനസ്സാ. അവന്റെ മനസ്സിലെ ചിന്ത എന്താണ്? قبوري جنازة فاعلم بأنك بعدها محمول.
നീയൊരു മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ പൊന്നുമോനെ ചിന്തിക്കേണ്ടതെന്താ? ലോഹറിനാണ് മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നത്. ആരുടെ മയ്യത്താ? സുബഹിന് പള്ളിയിൽ പോയവന്റെ മയ്യത്താ. ഇന്ന് ചുമക്കുന്നതോ ലോഹറിന്റെ വക്കറ്റിലാ. പൊന്നുമോനെ ചിന്തിക്കടാ, അസറാകുമ്പോ ഒരുപക്ഷെ നീ ചുമക്കപ്പെടേണ്ടവരാ. നിന്നെ എല്ലാവരും ചുമന്നുകൊണ്ട് പോകും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ചിന്ത മുഴുവനും മരണത്തെ പറ്റിയാ. കേൾക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാ, പറയുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാ. നോട്ടമോ നടന്നു പോകുന്ന നിലറ്റാ, കയ്യിലോ സന്തൂക്ക, കാലോ നടന്നു പോവുകയാ. ഇല്ല ഇല്ല, ഇത്രയും സൂക്ഷ്മതയോടെ ചെയ്യാൻ പറ്റിയ അമല് വേറെ ഇല്ല. ഇത് തസവ്വുഫിന്റെ ഉന്നതമായ ശ്രേണികൾ വിരാജിക്കപ്പെട്ട പണ്ഡിത പ്രഭുക്കന്മാരുടെ സമ്മാനമാണ് കൂട്ടരെ. അതുകൊണ്ട് പഠിച്ചോ, മയ്യത്ത് സംസ്കരണം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണേ. ആ സമയത്താണ് സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുന്നു. സുബഹിന്റെ സമയത്താണ് ചോദിക്കുന്ന, ആരാ മയ്യത്ത് സംസ്കരണം നടത്തിയത്? ഉടനെ സിദ്ദീഖ് എഴുന്നേക്കുന്നു, നബിയേ ഞാനൊരു മയ്യത്തിനെ അനുഗമിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നബിയേ. സഹോദരങ്ങളെ, രാത്രി അടക്കുന്നതിൽ തെറ്റില്ല കൂട്ടരെ. ലോകത്തിന്റെ മുത്തേ, ലോകത്തിന്റെ മുത്തേ, മദീനയുടെ മണവാളനെ, ആമിനാട പൊന്നുമോനെ, നബിയുൽ ഹറമൈൻ ഇമാമുൽ ഖിബ്ലതൈ സാഹിബുൽ ഖാബ ഖൗസൈ ത്വാഹ റസൂലുള്ളാഹി. പുണ്യ നബി അടക്കിയതെപ്പോഴാ? രാത്രിയല്ലേ. സിദ്ദീഖിന് അടക്കിയതെപ്പോഴാ? രാത്രിയല്ലേ. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, നബിയേ ഞാനൊരു മയ്യത്ത് സംസ്കരണം കഴിഞ്ഞിട്ടാണ് സുബഹിന് വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തിന്റെ അശ്രുപേമാരികളെ നയനങ്ങളെ സദലങ്ങളായി കവിൽത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തോഷത്തിന് അതിരില്ല കൂട്ടരെ. സഹാബത്തിന്റെ സന്തോഷത്തിന് അതിരുകളില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എന്റെ പ്രഭാഷണത്തിന്റെ പരിസമാപ്തിയായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിച്ചെന്ന് കേട്ടാൽ, ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാ ഓടിയൊന്ന് ചെല്ലണേ, എന്നിട്ടാ കണ്ണ് തിരുമിയൊന്നടയ്ക്കണേ. എന്തുകൊണ്ടെന്നറിയോ? കണ്ണ് പെട്ടെന്നടയൂല. കാരണം ആദ്യമായിട്ട് ഗർഭാശയത്തിൽ കിടക്കുമ്പോ റൂഹൂതപ്പെട്ട അവയവ കണ്ണ, അവസാന റൂഹ് പിരിയുന്ന അവയവ കണ്ണ. തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിച്ചു 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 വരുമ്പോഴല്ലേ അല്ല പറഞ്ഞത്, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ കാല് കാലോട് ചേരുകയാണ്. ആ സമയത്തും നിനക്ക് തൗബ ചെയ്യാ. പക്ഷെ അല്ല പറഞ്ഞു, അങ്ങനെ റൂഹ് പിടിച്ചു 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 തൊണ്ടക്കുഴിയിലെത്തിയ അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. തൊണ്ടക്കുഴിയിൽ റൂഹെത്തി കഴിഞ്ഞാൽ കണ്ണിലൂടെയാണ് റൂഹ് പുറത്തു പോകുന്നത്. ആ സമയത്താണ് അവന് എന്തോ കണ്ട് പേടിച്ചവനെ പോലെ കിടക്കുക. അല്ലെങ്കിൽ ആനന്ദത്തിന്റെ കണ്ണുനീർ തുള്ളികളെ പൊഴിച്ച് സന്തോഷത്തിന്റെ മുഖഭാവത്തോടെ 14 രാവിന്റെ പൗർണമിയെ പോലെ പുഞ്ചിരിക്കുന്ന വദനത്തോടെ കിടക്കുന്നത് സ്വർഗം കണ്ടിട്ടാണ്. അതുകൊണ്ട് ഓടിച്ചെന്ന് കണ്ണങ്ങ് തിരുമിയടക്കണേ. കബറിൽ വെച്ചാൽ ആദ്യം നശിക്കുന്നത് കണ്ണാണ്. അതിന് 3 വർഷം വേണ്ട, 3 മാസം വേണ്ട, 3 ആഴ്ച വേണ്ട, 3 ദിവസം കഴിഞ്ഞിട്ട് കബറൊന്ന് കുഴിച്ചു നോക്കുമോ കണ്ണ് കാണൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണൊന്ന് തിരുമിയടക്ക്. ആ മയ്യപ്പനെ ഒന്ന് കുളിപ്പിക്ക്. ഇന്നലെ വരെ സ്വന്തമായി കുളിച്ചവനാ, ഒന്ന് കുളിപ്പിക്ക്. ഇന്നലെ വരെ അവന് സ്വന്തമായി വസ്ത്രം ധരിച്ചവനാണ്, ഇല്ല നീ ഒന്ന് ഉടുപ്പിക്ക്. ഇന്നലെ വരെ സ്വന്തമായി പെർഫ്യൂം പുരട്ടിയവനാ, ഇല്ല നീ ഒന്ന് ആ സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊടുക്ക്. ഇന്നലെ വരെ അവന് സ്വന്തമായി നടന്നു പോയവനാ, ഇല്ല ഇന്നവന് കഴിയൂല, നീ ഒന്ന് നടത്തിക്കൊണ്ടുപോകു, നീ ഒന്ന് ചുമന്നു കൊണ്ടുപോകു. പ്രിയപ്പെട്ടവനെ, നമുക്ക് മരണത്തിന്റെ സ്മരണ വരാ. മയ്യത്ത് സംസ്കരണത്തിലൂടെ കഴിയുമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, നമുക്ക് അതിനുള്ള പുണ്യം എന്തെന്നറിയോ? നമ്മൾ ചിന്തിക്ക്, പള്ളിയിലും വല്ലാക്കയുണ്ടല്ലോ, പള്ളിയിലും മുക്രി ഉണ്ടല്ലോ, പള്ളിയിലും മുഅദ്ദിനുണ്ടല്ലോ, പള്ളിയിൽ ഖതീബ് ഉണ്ടല്ലോ, പള്ളിയിൽ ഇമാം ഉണ്ടല്ലോ, കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടല്ലോ, നാട്ടിലെ ആളുകൾ ഉണ്ടല്ലോ. ഞാൻ പോകുന്നില്ല. വേണ്ട വേണ്ട ചെറുപ്പക്കാരാ. ദാവൂദ് നബി റബ്ബിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞാൻ ഒരാൾ മരിച്ചിട്ട് ആ മരിച്ച ആളിനെ ഞാനൊന്ന് പോയി മരണസ്മരണകൾ കൈവിറക്കിക്കൊണ്ട് ഞാൻ അയാളെ ഒന്ന് സംസ്കരിച്ചാൽ, കുളിപ്പിച്ച് പൊതിഞ്ഞ് ചുമന്ന് ഞാൻ നിസ്കരിച്ച് കുഴി കൊണ്ട് വെച്ച് മണ്ണിട്ട് മൂടിയ എനിക്ക് എന്താ കിട്ടുക?
ദാവൂദ് നബി ചോദിച്ചത് അള്ളാഹുവിനോട്. അള്ള പറഞ്ഞു ദാവൂദ് നബിയെ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, നീ മരിക്കുന്ന സമയം, അങ്ങ് മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ മലക്കുകളെ ഇറക്കി തരാം നിസ്കരിക്കാൻ. പോരെ പോരെ. നമ്മൾ അപ്പുറത്തൊരാൾ മരിക്കുമ്പോ നമ്മൾ ചെന്ന് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട മയ്യത്തും സംസ്കരണവുമായി ബന്ധപ്പെട്ടാൽ അള്ള നമുക്ക് തരുന്ന പുണ്യം, നമ്മൾ നാളെ മരിക്കുമ്പോ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാനും ചുമന്നുകൊണ്ട് പോകാനും കുളിപ്പിക്കാനും ഒക്കെ മലക്കുകൾ അള്ള ഇറക്കി തരും. നിസ്സാരമാണോ? നബിതങ്ങൾ ഒരു സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് തള്ള വിരൽ നിലത്തൂന്നിയിട്ട് നടന്നു എന്നാണ്. പിന്നീട് അവർ ചോദിച്ചു, ചരിത്രം വിശാലമാണ്, പറയാനുള്ള സമയമില്ല, നാളെ വെള്ളിയാഴ്ച കൂടെ. ഞാൻ സാധാരണ വ്യാഴം വെള്ളി പ്രസവം കൊടുക്കാറില്ല, അടുത്തൊക്കെ കൊടുക്കുന്ന ആളെ അടുത്ത തിരുവനന്തപുരത്താണ്. പക്ഷേ ദൂരെ കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്നവരാ, വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ കയറുന്നവരെന്നല്ല, വെള്ളിയാഴ്ച മാത്രം ജോലിക്ക് വേണ്ടി പോകുന്നവരാ. അപ്പൊ ഇവിടെ വിളിച്ചു കൂവിയിട്ട് നാളെ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രസംഗിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയും ക്ഷീണം ഉണ്ടാവുകയും ചെയ്താൽ നമ്മെ പ്രതീക്ഷിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആ ആളുകൾക്ക് അതൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ സാധാരണ വേഴം വെള്ളി കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ. അപ്പോ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട ഷാനവാസ് റഷാദി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രോഗം അല്ല മാറ്റി കൊടുക്കട്ടെ, ഒരു രണ്ടാം വരവാണ്. അദ്ദേഹം ആക്സിഡന്റില് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അള്ളാഹു താല ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് ഒന്നുകൂടെ അള്ളാഹു താല ആയുസ് കൊടുത്തിട്ട് ഒരു പുനർജന്മമായിട്ട് അള്ളാഹു ഈ നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടി ഒരു അവസരം അല്ല കൊടുത്തതാ. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇനി റെഡിയാകാനുണ്ട്. അള്ളാഹു ശിവ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട അദ്ദേഹം വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി, ഇതുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞപ്പോ ഞാൻ അൽഹംദുലില്ലാ നല്ല മനസ്സോടെ ഏറ്റു. ഞാൻ വന്നു. ഇൻഷാ അല്ലാഹ് ഏതാനും മിനിറ്റുകൾക്കകം നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോട് പിരിയും വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സദസ്സ് കൊണ്ടുള്ള ഒരു നേട്ടം നമുക്ക് ഉണ്ടാകണം. അമല് ചെയ്യാൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന ഒരാളിന്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് നമ്മൾ വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് തരുന്ന പുണ്യം എത്രയാണ്. സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നബി നിങ്ങൾ തള്ളവിരൽ ഊന്നിപ്പോയി. എന്താ നബി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാലാകന്മാരുടെ അനുസ്യൂതമായ പ്രവാഹം വിണ്ണീന്ന് മണ്ണിലേക്ക് വന്നു സഹാബ, എനിക്ക് സ്ഥലമില്ല, എനിക്ക് നടക്കാൻ സ്പേസ് ഇല്ല. അങ്ങനെ വന്നപ്പോ ഉള്ള സ്ഥലത്ത് ഞാൻ തള്ളവിരൽ ഊന്നി നടന്നതാ. നമുക്ക് മലക്കുകൾ വേണ്ടേ സ്കരിക്കാൻ? നമ്മൾ മരിച്ച ആര് കരയുന്ന? പൈസ കൊടുക്കാനുള്ളവർ മാത്രം കരയും, ആര് തരൂന്ന് വെച്ചിട്ട് അല്ലേ? വേറെ ആര് കരയാനാ? മക്കള് കരയും, ഒരു ദിവസം കരയും, ഭാര്യ കരയും, 3 ദിവസം കരയും, ഉമ്മ കരയും 40 ദിവസം, വാപ്പ കരയും 7ന്റെ അന്ന് വരെ. പിന്നെ ആര് നമ്മളെ ഓർക്കാനാണ്? കെട്ടിപ്പിടിച്ചവൾ ചുംബനമ തന്നില്ലേ, അവളന്യമെട്ടയിൽ പെട്ടതത്ഭുതമല്ലേ. ഇന്നലെ വരെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നവളാ, നീ മരിച്ചു. അവളുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ അവൾ ഇന്ന് മറ്റൊരുത്തനോടൊപ്പം കട്ടില്ലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ആരുമില്ല. ഉള്ളത് നമ്മൾ മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എവിടെ മരണം നടന്നു എന്ന് അറിഞ്ഞാലും ഓടി ചെല്ലുക, അവിടെ ഒന്ന് നിൽക്കുക, അവിടെ ആളുകളൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു കസരട്ട് കൊടുക്കുക. ഒരു സംസ്കരണത്തിന് മയ്യത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ബന്ധപ്പെടുക. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഹറമിൽ എത്തിക്കഴിഞ്ഞാലേ കെട്ടിയോളാണ്, ഒരുമിച്ച് കവറിലായിരുന്നു ഹജ്ജിന് പോയപ്പോ, ഒരു റൂമിലാണ് ഇഹ്റാം കെട്ടി ഒരുമിച്ച, ഹജ്ജ് ചെയ്ത് ഒരുമിച്ച, തവാഫ് ഒരുമിച്ച, സഈ ഒരുമിച്ച, തഹല്ലുലായത് ഒരുമിച്ച, എല്ലാം ഒരുമിച്ച. പെട്ടെന്ന് അവള് മരിച്ചാ പിന്നെ നിനക്കവളെ കാണാൻ പറ്റൂല. അറബികൾക്ക് ഉത്സവമായി. നിന്റെ ഭാര്യയുടെ ജനാസ പൊതിഞ്ഞ് കൊണ്ടു കൊടുത്താൽ അവർക്ക് ആവേശമാണ്, ഉത്സവമാണ്. അവർ ഓടി വരുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ഒരു 3 ചുവട് വെക്കുന്നു, അവർ അടുത്ത ആളിനെ പിടിച്ചിട്ട് പോകുന്നു. അവർക്ക് പുണ്യം കരസ്ഥമാക്കാനുള്ള, കൂലി കിട്ടാനുള്ള വ്യഗ്രത ഇല്ലേ? ഈ 3 ചുവട് മതി എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. മൻ തബിയ ജനാസതൻ വഹമലഹാ സലാസ മിറാരിൻ ഫഖദ് ഖലാ ആമാ അലൈഹി മിൻ ഹഖിഹാ. 3 ചുവട് നടന്നാൽ മതി, 3 ചുവട് നടന്നാൽ മതി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇതിന്റെ ക്ലൈമാക്സിന് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ 4 കാര്യം ചോദിച്ചിട്ട് ഇതിന്റെ ക്ലൈമാക്സ് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൂടെ കെട്ടിട്ട് നിങ്ങൾ പോവാവും. ഇത് നമ്മളെന്താണ്, മയ്യത്തെടുത്തോ? എടുത്തു. ശരി, എപ്പോ കൊണ്ടുവരും? കറക്റ്റ് 9 മണിയാകുമ്പോൾ പള്ളിയിലെത്തും. ശരി, ഞാൻ അവിടെ ഉണ്ടാവും. നമ്മൾ ഉടനെ വണ്ടി എടുക്കുന്നു, നമ്മൾ കുതിരപ്പുറത്ത് കയറും, നമ്മൾ ഓടി പള്ളിയിൽ പോകുന്നു. നമുക്ക് നടക്കാൻ ഒരു അസ്വസ്ഥതയാണ്. നിങ്ങൾക്കറിയോ, മഹാനായ സൗബാൻ
റളിയല്ലാഹു തആല അൻഹു സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാനും എന്റെ പ്രവാചകനും സഹാബത്തോടൊത്ത് ഒരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുവരുമ്പോൾ ആളുകൾ വാഹനപ്പുറത്തിരിക്കുന്നതായി നബി തങ്ങൾ കണ്ട്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് നബി തങ്ങൾ അങ്ങ് നിന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, സഹാബത്തെ അലാ തസ്തഹിയൂന ഇന്ന മലായികതല്ലാഹി അലാ ഖദാമിഹിം വന്തും അലാ ലുഹൂരിദ്ദവാബ്. എന്തേ സഹാബത്തെ അലാ തസ്തഹിയൂ, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ സഹാബ? അല്ലാഹുവിന്റെ മലക്കുകള് അലാ ഖദാമിഹിം, അവരെ കാല് വെച്ച് നടന്നു വരുന്നത്, അവരെ നിലത്തിലൂടെ നടന്നു വരുമ്പോ വന്തും അലാ ലുഹൂരിദ്ദവാബ്, നിങ്ങൾ വാഹനപ്പുറത്ത് കയറാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറയപ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ചോദിച്ചപ്പോ അവര് കുതിരകളെ മാറ്റി അവര് വാഹനപ്പുറത്ത് നിന്നിറങ്ങി അവര് മയ്യത്തിന്റെ പിന്നാലെ നടന്നു വന്നു എന്ന് മഹാനായ സഹാബി സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, മരിച്ചുപോയ ഭർത്താവിനെ വേദനയോടെ കവിവേദനയോടെ നൊന്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്ത് ചെന്ന് അവളെ ഒന്ന് ക്ഷമിക്കാൻ നിങ്ങളെന്ന് പറയുമോ? അവർക്കൊരു ഉപദേശം കൊടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി മരിച്ചുപോയാ അവളെ ചെന്ന് നിങ്ങളെന്ന് കുളിപ്പിക്ക് പെങ്ങളെ എന്നിട്ട് നിങ്ങൾ വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? അല്ലാഹുവേ, ഇന്ന് എത്രയോ സഹോദരങ്ങൾക്ക് ഗതികേടുണ്ട്. വാപ്പ മരിച്ചുപോയാ ലോഡിങ് തൊഴിലാളികളെ കൂലിക്ക് വിളിച്ചിട്ട് വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ഗതികേടല്ലേ? മാദല്ലാ, നമ്മുടെ മക്കളെ പഠിപ്പിക്ക് പെങ്ങളെ, പഠിപ്പിക്ക് ചെറുപ്പക്കാരാ. നമ്മുടെ മക്കളെ നമ്മൾ മരിച്ചാ നമ്മളെ കുളിപ്പിക്കട്ടെ, നമ്മളെ കഫൻ പൊതിയട്ടെ, നമ്മളെ ചുമന്നുകൊണ്ട് വരട്ടെ, നമുക്ക് വേണ്ടി നിസ്കരിക്കട്ടെ, നമുക്ക് വേണ്ടി ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യട്ടെ. ആ മക്കളായി നമ്മുടെ മക്കളെ വളർത്തണേ. 4 കാര്യങ്ങൾ മദീനത്തുൻ നബവിയിൽ റസൂലുള്ള ചോദിക്കുകയാ. സ്വർഗ്ഗത്തിനായ ഒരു പ്രഭാതം എന്ന വിഷയത്തിന്റെ പരിസമാപ്തിയിൽ ഞാൻ എത്തുകയാണ്. റസൂലുള്ള ചോദിച്ചു, ആരാ നോമ്പുകാരനായി മുന്നിൽ വന്നത്? അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റു. ആരാ അഗതികൾക്ക് ആരാ രോഗസന്ദർശനം നടത്തിയത്? ഞാനുണ്ട് നബിയെ. സിദ്ദീഖ് മുന്നിൽ വന്നു. 3ാമത് നബി ചോദിച്ചു, ആരാ രോഗസന്ദർശനം, ആരാണ് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? അവിടെയും സിദ്ദീഖ് തങ്ങൾ മുന്നിൽ വന്നു. 4ാമത് ചോദിച്ചു, ആരാണ് ഇവിടെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കാളിയായെന്ന് ചോദിക്കുമ്പോ ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ മുമ്പിൽ വന്നപ്പോ ഈ 4 ഇബാറത്തുകൾ ആര് ചെയ്യുന്നുവോ? എന്റെ തോട്ടുമുഖത്തുള്ള ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂരുള്ളവരെ, ആലുവയിലുള്ളവരെ, കളമശ്ശേരിയിലുള്ളവരെ, മൂവാറ്റുപുഴയിലുള്ളവരെ, തൊടുപുഴയുള്ളവരെ, പെരുമ്പാവൂരുള്ളവരെ, ആലുവയിലുള്ളവരെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുന്നു, നബിതങ്ങൾ പറഞ്ഞ ക്ലൈമാക്സ് എന്തെന്നറിയോ? ഈ 4 കാര്യം ഈ 4 കാര്യം ആരിൽ ഒരുമിച്ച് കൂടുന്നുവോ അല്ലാഹുവിന്റെ സ്വർഗ്ഗം അവന് ഉറപ്പാണെന്ന് സ്വർഗ്ഗത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്ന ഞങ്ങളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗ്ഗം അവന് ഉറപ്പാണ്. അശ്റത്തുൽ മുബശ്ശിരീങ്ങൾക്ക് മാത്രമല്ല റസൂല് സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിച്ചത്. ഈ വട്ടക്കാട്ടുപടിയിലെയും ഈ പെരുമ്പാവൂരിലെയും ഈ തോട്ടുമുഖത്തെയും ആലുവയിലെയും കളമശ്ശേരിയിലെയും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ടവന് കൊടുക്കോ? നിങ്ങളൊരു മരണം നടന്നാൽ നിങ്ങളൊന്ന് സംസ്കരണത്തിൽ പങ്കാളിയാകോ? നിങ്ങൾ രോഗസന്ദർശനം നിങ്ങൾ നടത്തുമോ? നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുമോ? നബി തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്, സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ മുഴുവനത്തെ അപരാധങ്ങള്, തെറ്റുകുറ്റങ്ങള് മാപ്പാക്കിയിട്ട് പടച്ചവനെ, ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ മാറ്റലിയായി തോട്ടുമുഖത്തെ മതവിജ്ഞാന സദസ്സിന്റെ പ്രാരംഭ ദിവസത്തിന്റെ സമാപന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, വൃത്തികെട്ട പാപത്തിന്റെ
കറുത്ത കരങ്ങളാ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ നീട്ടുന്നത്. വെള്ളിയാഴ്ച രാവിലാണ് പടച്ചവനെ തമ്പുരാനെ, ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തോടടുക്കുന്ന സമയത്താണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ നിന്റെ മുമ്പിൽ കൈനീട്ടുമ്പോ തട്ടിക്കളയാനും സ്വീകരിക്കാനും നിനക്ക് അവകാശമുണ്ട്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹുവേ, ആരും നിന്നോട് ചോദിക്കില്ല. പടച്ചവനെ, നീ തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസരിച്ചിട്ട് നന്ദി കേട് കാണിച്ച ഞങ്ങളെ അല്ലാഹുവേ നീ ശിക്ഷിച്ചാൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല തമ്പുരാനെ. നീ ഞങ്ങൾക്ക് കരുണ തന്ന് ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തന്ന് ഞങ്ങളെ സംശുദ്ധീകരിച്ചാൽ നിന്റെ അനുഗ്രഹീതമായ സ്വർഗം ഞങ്ങൾ ആസ്വദിക്കും തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീയല്ലാത്ത വേറെ അടിമകൾ, ഞങ്ങൾക്ക് നീയല്ലാതെ വേറെ ഇലാഹില്ല. നിനക്ക് ഞങ്ങളല്ലാത്ത അടിമകൾ വേറെ ഉണ്ട് തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഗതിമുട്ടിയവന്റെ വിളിയാ അല്ലാ, ഞങ്ങളുടെ പാവങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കഴിഞ്ഞുപോയ അപരാധങ്ങൾ പുറത്തു തന്നാലും മാത്രം ഞങ്ങൾ കൃതാർത്ഥരാകില്ല റബ്ബേ. ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം പാപരഹിതമായ ജീവിതം കൂടി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ വളർത്താനും ഞങ്ങളെ കഷ്ടപ്പെട്ടു പോറ്റാനും വേണ്ടി നിസ്കാരം പോലും ഒഴിവാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഉസ്താദുമാര് അല്ലാഹുവേ, ആരെല്ലാം ഏതെല്ലാം ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലാഹുവേ എല്ലാം നീ കഴുകി ശുദ്ധിയാക്കി പാപസുരക്ഷിതത്വമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, ഉസ്താദുമാര്, വേണ്ടപ്പെട്ടവര് അല്ലാഹുവേ ഇവിടെ ഖബറുകൾ നീ വിശാല വിസ്തൃതമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കണേ, പുടവകൾ ധരിപ്പിക്കണേ, ആഭരണങ്ങൾ അണിയിപ്പിക്കണേ, സുഗന്ധം പൂശണേ അല്ലാ. അല്ലാഹുവേ, പുനരുദ്ധാന ദിവസം വരെയും പുതുമണവാളനെ പോലെ ഖബറിൽ നീ ഉറക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ അല്ലാഹുവേ ഞങ്ങളിൽ ആരെല്ലാം ജീവിച്ചിരിക്കുന്നോ, ആരെല്ലാം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നോ, ആരെല്ലാം കഷ്ടപ്പെടുന്നുവോ നിനക്കറിയാം. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും ഈമാനോടെ കലിമ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ ഒരാൾക്കും മാരക ഭീകര രോഗങ്ങൾ തരല്ലേ അല്ലാ. ബ്ലഡ് ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാ. തളർവാദവും തലച്ചോറിന് പഴുപ്പും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. അല്ലാഹുവേ, ഞങ്ങളിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുവോ, ഉദര സംബന്ധമായി മുട്ടിന് സുഖമില്ലാതെ, അല്ലാഹുവേ പടച്ചവനെ വയറിന് സുഖമില്ലാതെ, തലയ്ക്ക് സുഖമില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ അല്ലാഹുവേ അവർക്കെല്ലാം നീ ശിഫാ നൽകണേ അല്ലാ. പുറത്തു പറയാൻ മടിക്കുന്ന രഹസ്യവും പരസ്യവുമായ രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവാണ് ഇജാബത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തമ്പുരാനെ. ചോദിക്കാൻ ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് എന്തു വേണമെന്ന് നിനക്ക് നിന്റെ മുന്നിൽ തുറന്ന പുസ്തകമാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിലും മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ അല്ലാ. ഗർഭവതികളായ സഹോദരിമാരെ സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉള്ള മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തോളണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾക്ക് സുഖമില്ല. അല്ലാഹുവേ പടച്ചവനെ, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ദൗർബല്യം ഞങ്ങളുടെ പൊന്നുമക്കളാണ് തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ആ പൊന്നുമക്കൾക്ക് ഒരു ആപത്ത് വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ഒരാപത്തും വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, പ്രത്യേകിച്ച് അല്ലാഹുവേ പടച്ചവനെ മരണപ്പെട്ടു പോയ മുഷ്താഖ് എന്ന നൗഷാദ് ബാക്കവിയുടെ മകനും, അതുപോലെ ഈ സദസ്സിരിക്കുന്നവരിൽ ആരുടെയൊക്കെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്തു നീ അവരെ കളിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളിലും മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. പടച്ചവനെ, ശാപത്തിന്റെയും അല്ലാഹുവേ പടച്ചവനെ ശാപത്തിന്റെയും വെളിദോഷത്തിന്റെയും കണ്ണേറിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വാഹനങ്ങളും ഭവനങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സംരക്ഷണം നൽകണേ അല്ലാ. ഞങ്ങളുടെ കോളേജുകളും ഞങ്ങളുടെ മദ്രസകളും ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ പെങ്ങന്മാരെയും നീ സംരക്ഷിക്കണേ അല്ലാ. തടവറകളിൽ കഴിയുന്ന നിരപരാധികൾക്ക് മോചനം നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അർഹമായ ജോലി, മാന്യമായ ശമ്പളം. എൻ്റെ ഒരു സുഹൃത്തുനിന്ന് പോയി, പടച്ചവൻ അദ്ദേഹത്തിന് നല്ല മനസ്സിന് കട്ടിയും അല്ലാഹുവേ മനസ്സിന് ധൈര്യവും, അല്ലാഹുവേ നല്ല ശമ്പളം
ശമ്പളവും നൽകണേ അല്ലാ പടച്ചവനെ. അതുപോലെ കുടുംബജീവിതം ഒരുപാട് ബുദ്ധിമുട്ടിലായ സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ പടച്ചവനെ ആ ജീവിതം നീ തിരികെ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പുറനിറഞ്ഞിരിക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അല്ലാഹുവേ കടമുള്ളവരുണ്ട് പടച്ചവനെ, തമ്പുരാനെ അബദ്ധത്തിൽ കടം കൊടുത്ത് അവസാനം പടച്ചവനെ ഒരു ഗതിയുമില്ല പരഗതിയുമില്ലാതെ ആ പൈസക്ക് വേണ്ടി അഭിലഷിക്കുന്ന സഹോദരങ്ങളെ സദസ്സിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ ദിവസത്തിന്റെയും മാസത്തിന്റെയും ഈ സമയത്തിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച രാവ് രാത്രിയുടെ ഉള്ള് പടച്ചവനെ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനം ഇൽമു പറഞ്ഞ സദസ്സ് വിശ്വാസികൾ 40 പേര് കൂടിയാൽ ഇജാബത്തിന്റെ അർഹൻ അല്ലാഹുവേ ഒരുപാട് മാനദണ്ഡങ്ങൾ അനുകൂലമാകുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ ആ പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മടക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ വിശുദ്ധ ഹറമിലെത്താത്തവരെ നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ നാടുകളിൽ നിൽക്കുന്നവരെ ആ കർമ്മം കഴിഞ്ഞവരെ തിരിച്ചെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്റെ കൂടെ വന്ന പണ്ഡിതന്മാര്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ സഹോദരങ്ങൾ എല്ലാവരും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഓടിയെത്തിയ സഹോദരങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഷാനവാസ് റഷാദ് എത്താൻ കഴിഞ്ഞില്ല പടച്ചവനെ, ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മാളകളിൽ പ്രഭാഷണം നടത്തുന്ന കേരളത്തിലെ പ്രഭാഷകന്മാർക്ക് മുഴുവനും നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, മഅദനി ഉസ്താദിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഐക്യത്തോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമയോടെ കഴിയാൻ അല്ലാഹുവിനെ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. ഓടി നടന്ന് കഷ്ടപ്പെട്ടവര്, പകലന്തിയോളം കഷ്ടപ്പെട്ട് അവരുടെ ജോലിയും പഠനവും ഒക്കെ മാറ്റിവെച്ച് പടച്ചവന് ഇതിനുവേണ്ടി അർഹമായ രീതിയിൽ കഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ ഓരോ തുള്ളി വിയർപ്പും പടച്ചവനെ സ്വർഗത്തിന്റെ ഓരോ ഭവനങ്ങൾക്ക് പകരമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിനീതന് സുഭിക്ഷമായ ഭക്ഷണം നൽകിയ പ്രിയ സഹോദരൻ നിയാസിന്റെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ, ഈ സദസ്സിൽ ആരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ പേര് പറഞ്ഞാൽ ഒത്തിരി സഹോദരങ്ങളുണ്ട് അല്ലാഹു, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇതിനുവേണ്ടി പരിശ്രമിച്ചവര്, മൈക്ക് പ്രവർത്തിപ്പിച്ചവര്, ഈ പ്രൊജക്ടർ വെച്ചവര്, അതുപോലെ അല്ലാഹുവേ പടച്ചവനെ ഇവിടെ ആരൊക്കെ എന്തെല്ലാം ഒരു പുഞ്ചിരി കൊണ്ടോ മനസ്സാ വാച കർമ്മണ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ സംഭാവന നൽകിയ സഹോദരങ്ങളെ 10,000 5,000 ഇപ്പൊ ഒരു സഹോദരി 1000 അല്ലാഹു അവരൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ.